ഹലോ ഗൈസ്, ഹെപ്സിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു കണ്ടൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മളൊരു 6 മാസമായിട്ട് ഉപയോഗിക്കുന്ന ഈ വയർലെസ് മൈക്കിൻ്റെ, അതായത് ഹോളിലാൻഡ് ലാർക്ക് M2 എന്ന് പറയുന്ന ഈ ഒരു വയർലെസ് മൈക്ക് എങ്ങനെയാണ് നമ്മൾ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ വോയിസ് കിട്ടുക എന്നുള്ളതാണ്. അതായത് ഈ സാധനം നമ്മൾ ആക്ച്വലി ക്യാമറയിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലേക്കും കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ റിസീവർ. ഇതാണ് നമ്മുടെ 2 കുഞ്ഞു മൈക്ക് വരുന്നത്. 6 മാസത്തോളമായിട്ട് ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിലിപ്പോൾ ഒരു 3 മാസമായിട്ട് ഞാൻ സൗദിയിലേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തായിരുന്നു. അപ്പോഴാണ് നമ്മളിങ്ങനൊരു കണ്ടൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റിസീവർ എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നൊരു കേബിളുണ്ട്, ഡാറ്റ കേബിൾ ലൈക്ക് ദിസ്. ഇതിൻ്റെ ഒരു അറ്റം C ടൈപ്പാണ്, ഒരറ്റം USB-C പോർട്ടുമാണ്. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഇതിൽ കണക്ട് ചെയ്യാം. ആൻഡ് ഇത് നമ്മൾ ജസ്റ്റ് നോർമലി നമ്മളെ USB പോർട്ടിലും കണക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണക്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ കാണാം, ഒരു മൈക്കാണ് കേട്ടോ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ കാണാം, കണ്ടോ, ഇവിടെയും ഗ്രീൻ കാണാം, ഇവിടെയും ഗ്രീൻ കാണാം. അതായത് ഈ മൈക്ക് കണക്ട് ചെയ്ത് കാരണം കൊണ്ടാണ് ഇത് കാണിക്കുന്നത്. ഈ ബ്ലൂ കാണുന്നത് മൈക്ക് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഇത് നമുക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല, എന്നാലും എനിക്ക് തോന്നുന്നു വോയിസ് കൺട്രോൾ ചെയ്യാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇത് വോയിസ് കൺട്രോൾ ചെയ്യാനുള്ളതാണെന്ന്. എന്തായാലും ഇത് കണക്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ വന്നിട്ട് സെറ്റിങ്സിൽ സൗണ്ട് സെറ്റിങ്സ് എടുക്കാം. എന്നിട്ട് ഇവിടെ സിസ്റ്റത്തിൽ വന്നിട്ട് ഇവിടെ സൗണ്ട്, അതായത് താഴെ ഇവിടെ വന്നിട്ട് ഇൻപുട്ടിൽ ഇവിടെ മൈക്രോഫോൺ, വയർലെസ് മൈക്രോഫോണിന് കാണുന്നുണ്ടോ നോക്കാം. അങ്ങനെ ഓപ്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ഡിവൈസ് കൊടുത്തിട്ട് അത് കണക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ മിനിമൈസ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് OBS സ്റ്റുഡിയോയിലാണ്. അപ്പോൾ OBS സ്റ്റുഡിയോ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് OBS സ്റ്റുഡിയോൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. നമുക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ, ഇവിടെ ഇത് ഓൾറെഡി ഈ മൈക്കിൽ നിന്നാണ് ഇപ്പോൾ ഓൾറെഡി സൗണ്ട് അതിലേക്ക് കേൾക്കുന്നത്. ഇതിലേക്കാണ് കേട്ടോ, അതായത് നമ്മൾ വീഡിയോയിലെ സൗണ്ട് ഞാൻ എൻ്റെ ഫോണിലാണ് കേൾക്കുന്നത്. ഇത് കണ്ടോ, ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് നമുക്കിത് ഇവിടെ ഇതിൻ്റെ സൗണ്ട് ഹലോ 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 ഹലോ, അപ്പോൾ നമുക്കിത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഹോളിലാൻഡ് മൈക്ക് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ OBS സ്റ്റുഡിയോനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. നമുക്ക് ലൈവ് സ്ട്രീമിങ്ങും പിന്നെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനും സൗണ്ട് അതേപോലെ സ്ക്രീന് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ലൈവ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിതുവരെ ഉപയോഗിച്ചതിൽ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് OBS സ്റ്റുഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ലൈവ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഗെയിം കളിക്കുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു ട്യൂട്ടോറിയൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ. എനിവേ, താങ്ക് യു സോ മച്ച്.